ടൈം ആൻഡ് വർക്കിൽ ഒരു ട്രിക്ക് പെട്ടെന്ന് നോക്കിയാലോ. ഇവിടെ ക്വസ്റ്റൻ എന്താ പറഞ്ഞിരിക്കുന്നത്? 20 വുമൺ ക്യാൻ ഡു എ വർക്ക് ഇൻ 16 ഡേയ്സ് പറഞ്ഞിട്ടുണ്ടല്ലേ. 20 വുമണ് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എത്ര ദിവസം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്? 16 ഡേയ്സ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 16 മെൻ ക്യാൻ കംപ്ലീറ്റ് ദ സെയിം വർക്ക് ഇൻ എത്ര ദിവസം വേണം? 15 ഡേയ്സ് വേണം അല്ലെ. 16 മെന്നിന് ദ സെയിം വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എത്ര ദിവസം വേണം? 15 ഡേയ്സ് വേണം. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ദി കപ്പാസിറ്റി ഓഫ് എ മാൻ ആൻഡ് എ വുമൺ. ഇത് ചെയ്യുന്നതിന് മുന്നേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ട്രിക്ക് എന്താണെന്നുള്ളത് നോക്കാം. അതായത് ഒരാൾക്ക് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 3 ദിവസം വേണമെന്ന് വിചാരിച്ചോളൂ. ഒരാൾക്ക് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 3 ദിവസം വേണം. അങ്ങനെയാണെങ്കിൽ 3 പേര് ചേർന്ന് ചെയ്താൽ ആ വർക്ക് ഒരു ദിവസം കൊണ്ട് തീരില്ലേ? ഉദാഹരണം പറയുകയാണെങ്കിൽ 3 റൂമുണ്ട് അല്ലെ. ഒരാളിരുന്ന് 3 റൂം പെയിന്റ് ചെയ്യാനായിട്ട് ആ ആൾക്ക് 3 ദിവസം വേണമെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ 3 പേരുണ്ടെങ്കിൽ എന്ത് ചെയ്യും? 3 റൂമും കൂടെ ചേർന്ന് ഒരു ദിവസം കൊണ്ട് പെയിന്റ് ചെയ്യില്ലേ? സെയിം ലോജിക്ക് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും വരുന്നത് അല്ലെ. 20 വുമൺ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 16 ഡേയ്സ് വേണമെന്ന് പറഞ്ഞാൽ 16 വുമൺ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എത്ര ദിവസം വേണം? 20 ഡേയ്സ് വേണം, റൈറ്റ്? ഇനി നമ്മളോട് ചോദിച്ചത് എന്താണ്? വാട്ട് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ദി കപ്പാസിറ്റി ഓഫ് എ മാൻ ആൻഡ് എ വുമൺ. ഈ മാനിന്റെയും വുമന്റെയും കപ്പാസിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ എന്താണ്? ഇവിടെ 16 വുമണും വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഇവിടെ 16 മാനും വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇവിടെ കപ്പാസിറ്റി നോക്കിക്കൂടെ? നമ്മൾ ഇവിടെ ഡേയ്സിന്റെ റേഷ്യോ നോക്കുവാണെങ്കിൽ എന്തായിരിക്കും വരുന്നത്? ഒരാൾക്ക് അല്ലെ വുമണ് 20 ഡേയ്സും വരും, മെൻ വന്നിട്ട് 15 ഡേയ്സും കൊണ്ടായിരിക്കും തീർക്കുന്നത്. അപ്പൊ നമ്മൾ റേഷ്യോ ആക്കുകയാണെങ്കിൽ എന്തായിരിക്കും വരുന്നത്? ഇവിടെ 4 വരും അല്ലെ, 4:3 വരും. അപ്പൊ നമുക്ക് ഡേയ്സിന്റെ റേഷ്യോ കിട്ടി 4:3. കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതിന്റെ നേരെ റിവേഴ്സ് ആയിരിക്കും. അപ്പൊ റിവേഴ്സ് ആകുമ്പോൾ എന്തായിരിക്കും വരുന്നത്? 3:4 ആയിരിക്കും വരുന്നത്. അതായത് വുമൻ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 4 ദിവസം വേണമെന്ന് പറഞ്ഞാൽ ആ വുമന്റെ കപ്പാസിറ്റി എന്തായിരിക്കും? വുമന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 3 ആയിരിക്കും. അതുപോലെ തന്നെ മാൻ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 3 ദിവസം വേണമെന്ന് പറഞ്ഞാൽ മാനിന്റെ കപ്പാസിറ്റി എന്തായിരിക്കും? മാനിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 4 ആയിരിക്കും. ഇതിനെ നമ്മൾ സ്വാപ്പ് ട്രിക്ക് എന്ന് പറയും.